മത്സ്യബന്ധനത്തിന് പോയി ഇറാൻ അതിർത്തി ലംഘിച്ചതിന്റെ പേരിൽ ജയിലിലായ 5 തെങ്ങ് സ്വദേശികൾ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചു. ജൂൺ 18-നാണ് മത്സ്യബന്ധനത്തിന് പോയ 11-അംഗ സംഘം ഇറാൻ പട്ടാളത്തിന്റെ പിടിയിലായത്. മോചിതരായ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഇറാനിലെ ഇന്ത്യൻ എംബസിയുടെ പരിരക്ഷയിലാണ്. ഈ വാർത്ത പുറത്തെത്തിച്ചത് കേരള വിഷൻ ന്യൂസ് ആയിരുന്നു. ഹലോ, ഞാൻ സുധാകരനാണ്. സുധാകരൻ, ഇന്ത്യൻ എംബസി ഇറാനിന്ന്. ഞാൻ അവരെ പോയി കണ്ടു ഇന്നലെ. അവരെ അവിടെ നിന്ന് വിട്ടിട്ട് ഇവർ ഒരു റൂമിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ശാപ്പാടും സ്റ്റേന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അവരുടെ കയ്യിൽ പാസ്പോർട്ടും ഫോണൊന്നും ഇല്ലല്ലോ, ഒക്കെ ദുബായിലാണ്. അപ്പോൾ അവർക്ക് UAE-യിലേക്ക് തിരിച്ചു പോകാനുള്ള ഏർപ്പാടെല്ലാം ചെയ്യുന്നുണ്ട്. അത് കുറച്ച് 10-12 ദിവസം എടുക്കും. ഡോക്യുമെന്റ്സും അതുമൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള എക്സിറ്റ് വീസ അതെല്ലാം ഇടാനും ഇമിഗ്രേഷൻ അതോറിറ്റീസിന് ഒരു 10-12-15 ദിവസം എടുക്കും. വലിയ ആശ്വാസമാണ് ഇറാനിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ഈ ഫോൺ സന്ദേശം മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് നൽകിയത്. ജൂൺ 18-നാണ് അജ്മാനിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 5 തെങ്ങ് സ്വദേശികൾ ഉൾപ്പെടെ 11-അംഗ സംഘം ഇറാൻ പട്ടാളത്തിന്റെ പിടിയിലായത്. തൊട്ടടുത്ത ദിവസം തന്നെ ഇവർ ജയിലിലുമായി. കേരള വിഷൻ വാർത്തയെ തുടർന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ, നോർക്ക റൂട്ട്സും സംസ്ഥാന സർക്കാരും ഇടപെട്ടു. എന്നാൽ സമുദ്രാതിർത്തി ലംഘിച്ചതിന്റെ പേരിൽ 1 മാസം ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാണ് ഇവർ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നത്. ജയിൽ മോചിതരായ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഇറാനിൽ തങ്ങുകയാണ്. രാജ്യം വിട്ടുള്ള യാത്രയ്ക്ക് പാസ്പോർട്ട്, വിസ എന്നിവ ലഭ്യമായ ഉടൻ തന്നെ ഇവർ കേരളത്തിലെത്തും. എംബസി അംഗങ്ങൾ ഇവരെ സന്ദർശിച്ചു. താമസിയാതെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാൻ ആവശ്യമായ സൗകര്യമൊരുക്കും. മലയാളികൾ അടങ്ങുന്ന സംഘത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എംബസിയിലെ ഉദ്യോഗസ്ഥർ. കൊല്ലം, പരവൂർ സ്വദേശികളായ 2 പേരും സംഘത്തിലുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.